ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു AchusDesign. ഇന്ന് നമ്മൾ ഒരു റെഡ് കളറിലെ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 10 രൂപയുടെ ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട്. കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്, ഗോൾഡൻ കളറാണ്. അപ്പോൾ ചെറിയ കട്ട് ബീഡ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു കട്ട് ബീഡ്സ് ആണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമ്മുടെ നോർമൽ നീഡിലും അതുപോലെ ത്രെഡും എടുത്തിട്ടുണ്ട്, മെഷീൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് മതി നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഫ്രണ്ടിൽ കുറച്ച് ലൈൻസ് പോലെ കൊടുത്തേക്കുന്നുണ്ടോ താഴേക്ക്. അപ്പോൾ ഈ ഒരു മോഡലിലുള്ള കുർത്തിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നെക്കെന്ന് പറയുന്നത് വി നെക്കാണ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു ഭാഗം പ്ലേറ്റഡ് കണ്ടോ. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെയാണ് വരുന്നത്. അപ്പം വി നെക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ പോർഷനിൽ, വിയുടെ താഴെയായിട്ട് സെൻറ്റർ പോർഷനിൽ ഒരു ഫ്ലവർ വന്നിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് അങ്ങോട്ട് സ്റ്റെമ്മും ലീഫും ഒക്കെ ആയിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇതാ അതിനകത്തൊക്കെ ചെറിയ ചെറിയ റൗണ്ട്സുകൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു ഡിസൈൻ നമുക്ക് വരുന്നത്. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഡിസൈൻ്റെ പാറ്റേൺ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക, അളവനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഡിസൈൻ നമ്മൾ ഫ്രീ ഹാൻഡായിട്ടോ അല്ലെങ്കിൽ ട്രേസിങ് പേപ്പറിൽ, അത് ഓയിൽ പേപ്പറിൽ വരച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ട്രേസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പൊരു മോങ്കോ ഡിസൈൻ്റെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ട്രേസ് ചെയ്യുക എന്നുള്ളതും വരയ്ക്കുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡിസൈൻ, ഈ ഒരു കുർത്തിയുടെ ഡിസൈനാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. നമ്മുടെ യോക്കിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 12 അല്ലെങ്കിൽ 13 ഇഞ്ചോളം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് കട്ടിംഗ് ഒക്കെ വരുന്നത്. സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്ക് പെട്ടെന്നത് മനസ്സിലാവും എങ്ങനെയാണത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ മെറ്റീരിയലിലേക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രീ ഹാൻഡായിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വീനൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു, സെൻറ്ററിൽ നമ്മുടെ ഫ്ലവർ കൊടുത്തു, ലീഫ് കൊടുത്തു, സ്റ്റെം കൊടുത്തു. അപ്പോൾ അങ്ങനെ മുകളിലേക്ക് 2 സൈഡിലേക്കും നമ്മൾ ഒരേപോലെ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വരച്ചു കൊടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മുടെ ആ ഒരു ഫ്ലവർ താഴേക്ക് വരുന്നത് കേട്ടോ. ഇനിയിപ്പം നിങ്ങൾ ഡിസൈനൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെറ്റീരിയലല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അത് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഏകദേശം ഒരു 1/4 ഇഞ്ചോളം നിങ്ങൾ കൊടുക്കുക. നിങ്ങളിത് ഇതേപോലെ ലൈൻ വരച്ച് കൊടുത്തിട്ട് അതിൽ വേണം നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ആദ്യം വരച്ച ആ ബോർഡർ ലൈൻ ഉണ്ടല്ലോ വിയുടെ, അവിടെ നിങ്ങളൊന്നും ചെയ്യരുത്, കട്ട് ചെയ്യരുത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡിസൈൻ നമുക്ക് പോകും. കാരണം നമുക്ക് ലൈനിങ് പീസ് പതിച്ചടിക്കേണ്ടതാണ്. അപ്പം നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ കൺഫ്യൂഷൻ ഉള്ളവർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോ ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് അടിയിലേക്ക് പതിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ആ ഒരു വിയുടെ പോർഷനിലുള്ള നമുക്ക് ആ ഒരു ഫ്ലവർ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആദ്യം ഞാൻ ഒരു ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ, റൗണ്ട് ബീഡാണ്. അപ്പോൾ ആ ഒരു ബീഡ് മാത്രം മതി നമുക്ക്. ഇതേപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക സെൻറ്ററിൽ. ഇനിയിപ്പം നിങ്ങൾക്ക് ഗോൾഡൻ ബീഡ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കട്ട് ബീഡ്സ് ഉണ്ടല്ലോ, അത് മാത്രം മതി. ഇനി കട്ട് ബീഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റൗണ്ട് ബീഡ്സൊക്കെ, ചെറിയ ഷുഗർ ബീഡ്സ് വാങ്ങിക്കാനായിട്ട് കിട്ടും, 10 രൂപയുടെ പാക്കറ്റിൽ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ വാങ്ങിച്ചിട്ട് ചെയ്താലും മതി. ഇപ്പോൾ കട്ട് ബീഡ്സ് തന്നെ ആവശ്യം ഒന്നുമില്ല, ഏത് കളറിലെ ബീഡ്സ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് റൗണ്ട് ഒന്ന് ചെയ്ത് പിടിച്ച് നോക്കണം കേട്ടോ. പിടിച്ച് നോക്കിയിട്ട് നമ്മൾ ആദ്യം എടുത്ത ആ ബീഡ്സ് ഉണ്ടല്ലോ, ആ ഒരു ബീഡ്സ് ഒന്ന് കൈകൊണ്ട് ഒന്ന് ലോക്ക് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അതിനകത്തൂടെ നമുക്ക് നീഡിലൊന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷൻ നമുക്ക് കിട്ടും. എന്നിട്ട് അതിനെ നമുക്ക് ചുറ്റിനൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ഒന്ന് ലോക്കിട്ട് ചുറ്റിനും ലോക്കിട്ട് ഒന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മുടെ ആ സെൻറ്റർ പോർഷനിലുള്ള ഫ്ലവറാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷമാണ് നമുക്ക് ആ ചുറ്റിനുമുള്ള ബാക്കി ഡിസൈൻസൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കത് കുറച്ച് പെറ്റൽസ് പോലെ ഞാൻ വരച്ച് കൊടുത്തേക്കണ കണ്ടോ. ഒരു 4 ബീഡ്സ് എടുക്കുക. നിങ്ങൾ ഒരു 4 ബീഡ്സ് എടുത്തിട്ട് 4 സൈഡിലേക്കോ അല്ലെങ്കിൽ 5 സൈഡിലേക്കോ അല്ലെങ്കിൽ 6 സൈഡ് വേണമെങ്കിലും വരച്ച് കൊടുക്കാം.
അപ്പോൾ എത്ര സൈഡിലേക്കാണെങ്കിലും നമ്മളിതേപോലെ ഒരു 4 ബീഡ്സ് ത്രെഡിലെടുത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ സെൻറ്ററിൽ ഇപ്പോൾ കണ്ടോ, സെൻറ്ററിൽ നമ്മൾ റൗണ്ട് ചെയ്തില്ലേ ഒരു ബീഡ്സ് വെച്ചിട്ട്, അതേപോലെ അതിന് ചുറ്റിനും നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, മനസ്സിലായോ? ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പം 4 സൈഡിലായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ഇവിടെയൊക്കെ നമുക്ക് സ്റ്റെമ്മും ലീഫും ഒക്കെ വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇതിനെ ഞാൻ ഒന്നുകൂടെ കറുപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ, ഒന്നുകൂടെ വെളുപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. എന്താ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ചെയ്തില്ലേ ആ ഒരു നെക്കിൻ്റെ സെൻറ്ററിലായിട്ട് റൗണ്ട് ചെയ്തില്ലേ, ആ റൗണ്ടാണ് അവിടെ വരുന്നത്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കണ്ടോണം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയാവണില്ല ഇങ്ങനെ ചെയ്തിട്ടെന്ന്. അതായത് ഇങ്ങനെ ബാക്ക് സ്റ്റിച്ചോടുകൂടി നമ്മൾ ബീഡ്സ് ചെയ്തിട്ട് അങ്ങോട്ട് പെർഫെക്ഷനായിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കുക. നമ്മൾ ആദ്യം ഒരു ബീഡ് എടുത്തു, അതിനുശേഷം കുറച്ച് മുൻപിലേക്ക് നീക്കിയിട്ടാണ് നമ്മളുടെ ഈ ഒരു ത്രെഡ് എടുക്കുന്നത്. മനസ്സിലായോ? അത്ര ഒരു ഗ്യാപ്പ് നിങ്ങൾ കൊടുക്കുക നമ്മളുടെ ബീഡ്സിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട്. ഇപ്പം നമ്മൾ ആദ്യം ചെയ്ത ആ ബീഡ് കണ്ടോ, ആ ബീഡിൻ്റെ ആ ത്രെഡില്ലേ, ആ ഒരു ഭാഗത്തേക്കാണ് അടുത്ത ബീഡ്സിൻ്റെ ആ ഒരു നീഡിൽ കയറ്റി കൊടുക്കേണ്ടത്. മനസ്സിലായോ? കുറച്ച് മുൻപിലേക്ക് നീക്കിയിട്ട് നമ്മൾ ത്രെഡ് എടുത്തിട്ടുണ്ട്, ഒരു ബീഡ് എടുത്തു. അപ്പോൾ ആദ്യം ചെയ്ത ആ ബീഡ്സിൻ്റെ സെൻറ്ററിൽ ആ ബീഡ്സ് നമ്മൾ രണ്ടാമത് ചെയ്തിട്ടുള്ള ആ ബീഡ്സിൻ്റെ സെൻറ്ററിൽ ഒരു എന്തായാലും ത്രെഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ത്രെഡിൻ്റെ ഭാഗത്തേക്ക് തന്നെ അടുത്ത നീഡിൽ കൊണ്ടുവന്ന് ഇറക്കുക. അങ്ങനെ ബാക്കിലേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്ഷനായിട്ട് തന്നെ നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2, 3, 4 ബീഡ്സ് വെച്ചിട്ട് ആണ് നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങളുടെ വർക്കിന് യാതൊരു പെർഫെക്ഷനും ഉണ്ടാവില്ല. അത് മാത്രമല്ല, വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ത്രെഡ് ബീഡ്സുകളൊക്കെ ഊരിപ്പോകും, ലൂസായി പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് ഇങ്ങനെ ബാക്കിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരാൻ പറയണത്. ഇത് കണ്ടോ, ഞാനിപ്പോൾ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു ബീഡൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചരിയണില്ല. കാരണം കണ്ടോ, നല്ല ഫിക്സായിട്ട് ലോക്ക് ഇട്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ബീഡ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നാൾ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യിക്കും. നമ്മുടെ വർക്കുകളൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്താലും കുറേ നാൾ നിൽക്കും. ഇപ്പോൾ കണ്ടോ, നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു സെയിം റൗണ്ട് ആ ഒരു പോർഷൻ നമ്മൾ ഇവിടെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ, നമുക്ക് ആ ലീഫ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ബോർഡർ ലൈൻ ചെയ്തല്ലോ, നമ്മൾ സ്റ്റെം ചെയ്തില്ലേ, ആ സ്റ്റെം ചെയ്ത പോലെ തന്നെ ഓരോ ബീഡ്സായിട്ടും ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഔട്ട്ലൈൻ ഫില്ല് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഔട്ട്ലൈൻ ആ ഒരു ലീഫിൻ്റെ ഔട്ട്ലൈൻ മാത്രം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇതേപോലെ ഓരോ ബീഡ്സായിട്ടും ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞു തരുന്നത്? അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നാൾ നമ്മുടെ വർക്കുകൾ നിൽക്കുകയും ചെയ്യും. കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് നാൾ നിൽക്കും. പിന്നെ പെട്ടെന്ന് നമുക്കൊരു കംപ്ലൈൻ്റ് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് എടുക്കാനായിട്ട് എപ്പോഴും ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത്. ഇപ്പം നമ്മളിതാ ഔട്ട്ലൈനൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത ലീഫിനും എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇപ്പം നമ്മൾ ചെയ്ത് കൊടുത്തു, മുകളിലും എല്ലാം നമുക്ക് അതേപോലെ ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പം ഞാൻ എന്താ സെൻറ്ററിൽ ഒരു 4 ബീഡ്സ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു 4 ബീഡ്സ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ജസ്റ്റ് ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ലീഫിൻ്റെ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഔട്ട്ലൈൻ കൊടുത്തു, പിന്നെ സെൻറ്ററിലേക്ക് നമ്മളൊരു 4 ബീഡ്സ് ഫിക്സ് ചെയ്തു. ഇനിയിപ്പോൾ കണ്ടോ, നമ്മൾ പിക്ചറിനകത്ത് കണ്ടിരുന്നില്ലേ കുറച്ച് റൗണ്ട്സ് ഞാൻ യോക്കിൻ്റെ ഭാഗത്ത് സ്പ്രെഡ് ചെയ്ത പോലെ കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ സെൻറ്ററിൽ ചെയ്ത പോലെ തന്നെ അത് അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. അപ്പം ഞാനിത് ഫുൾ വീഡിയോ ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് നിങ്ങൾക്ക് ട്യൂട്ടോറിയലായിട്ട് കാണിച്ചു തന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കുറേ പേർക്ക് സംശയങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ഇതേപോലെ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്